ഹായ്. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ചെടികളെ കുറിച്ച് പരിചയപ്പെടുത്തി തരാനാണ്. ആദ്യം തന്നെ ചെമ്പരത്തി പൂവിനെ കുറിച്ച് പറയാം. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് അറിയാം, എന്നാലും ഇരിക്കട്ടെ. കുറേ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് റോട്ടിൽ നിന്ന് കാണാൻ വേണ്ടി. ഞങ്ങളുടെ അവിടുത്തെ അണ്ണന്മാർ ഈ പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ ചെമ്പരത്തി പൂ പറിച്ചുകൊണ്ട് പോകണം. അവർ കൂടുതലും ഈ ചെമ്പരത്തി പൂവാണല്ലോ യൂസ് ചെയ്യണത്, അത് പറിച്ചുകൊണ്ട് പോകാറുണ്ട്. പിന്നെ ഇതിൽ കുറേ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ ഇല നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഇതളുകൾ നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് എന്തൊക്കെയാക്കും. അത് കഴിഞ്ഞിട്ട് അത് തലമ വെച്ച് കഴിയുമ്പോൾ മുടി നന്നായിട്ട് ഷൈൻ ആവും. നല്ല രസമാട്ടോ. പിന്നെ ചെറുതിലേ തൊട്ടുള്ള സ്വഭാവമാണ് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ നടുക്കൊരു റെഡ് കളർ സാധനമില്ലേ, അതെടുത്ത് പൊട്ട് കുത്തണത്. എന്ത് രസമല്ലേ. കുറേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചെമ്പരത്തിപ്പൂകളുണ്ട്. പിന്നെ ഇതിനെ കൊണ്ട് കുറേ ഉപകാരങ്ങളും ഉണ്ട്. അടുത്തതായിട്ട് ബോംബെ ചീര. ഇതിന് മുന്നേ നിങ്ങൾ ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അതിന്റെ പേരും കൂടി പറയണം കേട്ടോ. ഇതുമ്പോൾ കുറേ കായകളൊക്കെ ആവട്ടെ, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ കിളുന്ത് പോലത്തെ സാധനം, അങ്ങനെ ഞാൻ തോന്നുന്നു മലയാളത്തിൽ വെച്ചിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കണം. തോരൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മുട്ടയും കൂടി പൊട്ടിച്ച് കഴിച്ചാൽ അടിപൊളി. അതല്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റൂട്ടോ, നല്ല ടേസ്റ്റാണ്.